സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വഴുതനങ്ങ വെച്ച് രണ്ട് വിഭവം ഉണ്ടാക്കാം. ആദ്യം ഫ്രൈ ചെയ്തെടുക്കാം. അത് എങ്ങനെയെന്ന് നോക്കാം. വഴുതനങ്ങ വട്ടത്തിൽ മുറിച്ചെടുക്കുക. ഇങ്ങനെ വട്ടത്തിൽ മുറിച്ച് വെച്ച വഴുതനങ്ങ ഒരു 5 മിനിറ്റ് നേരം വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം. അതിനുശേഷം വാരി എടുക്കാം. ഇനി ഇതിന് വേണ്ട മസാല ഉണ്ടാക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അരിപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇവയെല്ലാം ഒന്നിച്ച് ചേർത്ത് നമുക്ക് വഴുതനങ്ങയിൽ ചേർത്തെടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ ഇളക്കിയ ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഇളക്കിയെടുക്കാം. ഇത് അരിപ്പൊടി ആയതുകൊണ്ട് നല്ല ക്രിസ്പി ആയിരിക്കും. ചൂടോടുകൂടി കഴിക്കാനാണ് നല്ല സ്വാദ്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഈ കൂട്ട് വഴുതനങ്ങയിൽ തേച്ചാൽ പിടിച്ചിരിക്കേണ്ട രീതിയിലാണ് ഇളക്കിയെടുക്കേണ്ടത്. ഇനി ഇതെടുത്ത് വഴുതനങ്ങയിൽ തേച്ച് കൊടുക്കാം. കൈകൊണ്ട് തേക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ വെച്ച് പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെജിറ്റേറിയൻകാർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ഇത്. ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സ്വാദാണ്. വെറുതെയും കഴിക്കാം. നല്ലതുപോലെ ഫ്രൈ ആയി എന്ന് കണ്ടാൽ മാറ്റിവെക്കാം. ഇനി രണ്ടാമത്തെ വിഭവം ഉണ്ടാക്കാം. ഇത് വഴുതനങ്ങ ചെറുതായാണ് മുറിച്ചെടുക്കേണ്ടത്. ഇതും മുറിച്ച ഉടനെ വെള്ളത്തിൽ ഇട്ട് വെക്കണം.
കുറച്ച് സമയം ഇട്ട ശേഷം വെള്ളത്തിൽ നിന്ന് വാരിയെടുക്കാം. ഈ പാനിൽ കാണുന്ന 4 സാധനങ്ങളും ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലി, 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ ജീരകം. ഇവയെല്ലാം ഒന്ന് നല്ലതുപോലെ വറുത്തെടുക്കാം. വറുത്ത് കഴിഞ്ഞാൽ ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ വഴുതനങ്ങ കുഴഞ്ഞ പോലെ ആവില്ല. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വഴുതനങ്ങ പാനിലേക്ക് ഇട്ട ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. വഴുതനങ്ങ കുഴഞ്ഞ രൂപത്തിലും അല്ലാതെയും ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് എല്ലാ വശത്തും വെന്ത് കിട്ടാൻ വേണ്ടിയാണ്. വെള്ളമൊഴിക്കാത്തത് കൊണ്ട് ഒരു വശത്ത് തന്നെ കിടന്നാൽ കരിഞ്ഞു പോകും. അപ്പോൾ ഇതിൻ്റെ സ്വാദും പോകും. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇത് വെന്തു എന്ന് കണ്ടാൽ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് വറുത്തിടാം. പാൻ വെച്ച് പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിക്കുക. അതിലേക്ക് 1 നുള്ളി കടുകിട്ട് കൊടുക്കുക. രണ്ട് വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ വീട്ടിൽ കറിവേപ്പില നല്ലതുപോലെ ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. എൻ്റെ വീട്ടിൽ ഇത് കുറവായതുകൊണ്ടാണ് ഞാൻ ഇത്ര ലേശം ഇട്ട് കൊടുക്കുന്നത്. പോയസൺ അടിച്ച കറിവേപ്പില ഞാൻ വാങ്ങാറില്ല. ഇനി വേവിച്ച് വെച്ച വഴുതനങ്ങ ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഈ തോരൻ എങ്ങനെയുണ്ട് എന്ന് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും കഴിക്കാൻ നല്ല സ്വാദാണ്.
ഇനി ഒരു നുള്ളു പഞ്ചസാര കൂടി ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക.